നമസ്കാരം. KSRTC കണ്ടക്ടർക്കും ഡ്രൈവർമാർക്കും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കടിഞ്ഞാൻ. സ്വിഫ്റ്റ് ബസ്സുകളിലെ കണ്ടക്ടർമാരും ഡ്രൈവർമാരും നിരന്തരം യാത്രക്കാരോട് മോശമായി പെരുമാറുന്നതായി ആരോപണമുണ്ടെന്നും നിരവധി പരാതികളാണ് ലഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഡ്രൈവർമാർ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണമെന്നും കണ്ടക്ടർ യാത്രക്കാരോട് മാന്യമായി പെരുമാറണമെന്നും ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ ഫേസ്ബുക്കിൽ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് ലഭിക്കുന്ന പരാതികളിൽ ബഹുഭൂരിപക്ഷവും സ്വിഫ്റ്റിലെ ഡ്രൈവർമാരെ പറ്റിയും കണ്ടക്ടർമാരെ പറ്റിയാണ്. ഒന്ന്, കണ്ടക്ടറുടെ മിസ്ബിഹേവിയർ, ഡ്രൈവറുടെ റെക്ലെസ് ഡ്രൈവിംഗ്, അശ്രദ്ധമായ ഡ്രൈവിങ്ങും അമിത വേഗതയും അപകടങ്ങളുണ്ടാകും. വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക. ഇത് ഒരു മിനിസ്റ്ററുടെ ഓർഡറായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കണം. വണ്ടിയിൽ കയറുന്നവരോട് ഡ്രൈവറായാലും കണ്ടക്ടറായാലും, നിങ്ങൾ ഡ്രൈവർ കം കണ്ടക്ടറൊക്കെ ഉണ്ട്, വളരെ പൊളൈറ്റായിട്ട് വളരെ എളിമയോടുകൂടി ബിഹേവ് ചെയ്യണം. വളരെ എളിമയോടെ ബിഹേവ് ചെയ്യണം. കാരണം ഇത് ജനങ്ങൾ നമ്മുടെ യജമാനന്മാരാണ്. വാഹനത്തിൽ കയറുന്ന ആൾ ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത്. നിരവധി പരാതികൾ മന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് KSRTC ഷിഫ്റ്റ് ജീവനക്കാർക്കായി ഒരു വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. കണ്ടക്ടർമാർ വളരെ മോശമായിട്ട് പെരുമാറുന്നതിനെ കുറിച്ചും ഡ്രൈവർമാർ അലക്ഷ്യമായി അപകടകരമായി വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയുമാണ് മന്ത്രി വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത്. 3500 ഷിഫ്റ്റ് ബസ്സുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. മാത്രമല്ല, ഇതിൽ യാത്രക്കാർ കയറുന്നത് കൊണ്ടാണ് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നതെന്നും യാത്രക്കാർ കയറാതിരുന്നാൽ ശമ്പളം ലഭിക്കുകയില്ലെന്നും അതുകൊണ്ട് യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്താൽ സർവീസിനെ ആശ്രയിക്കുന്നത് ജനം നിർത്തുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭിന്നശേഷിക്കാരോ വൃദ്ധരോ ബസ്സിൽ കയറിയാൽ അവരോട് മാന്യമായി പെരുമാറണം. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ കർശനമായ നടപടിയായിരിക്കും സ്വീകരിക്കുന്നതെന്നും ഡ്രൈവറുടെ അനാസ്ഥ കൊണ്ട് ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഡ്രൈവർക്കായിരിക്കുമെന്നും അവരുടെ മുഴുവൻ ചെലവുകളും ഡ്രൈവറായിരിക്കും വഹിക്കേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ടിക്കറ്റ് നിരക്ക് കൂടുതലുള്ള ബസ്സുകളെ നിരക്ക് കുറഞ്ഞ ബസ്സുകൾ ഒരു കാരണവശാലും മറികടക്കരുതെന്ന നിർദ്ദേശവും മന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ഹോണടിച്ചാൽ ഫാസ്റ്റും ഓർഡിനറിയും ഒക്കെ ഫാസ്റ്റിന് കടന്നു പോകാനുള്ള വഴി നൽകണം. ഈ ഒരു നിർദ്ദേശം KSRTC ഡ്രൈവർമാർക്ക് മാത്രമല്ല കണ്ടക്ടർമാർക്കും നൽകിയിട്ടുണ്ട്. കൂടിയ നിരക്കിലുള്ള ബസ്സുകളിൽ യാത്രക്കാർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ തങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചേരുവാനാണ് എന്നുള്ളത് ജീവനക്കാർ മറക്കരുതെന്നും അനാവശ്യമായ മത്സരയോട്ടം പാടില്ലെന്ന് KSRTC MDയും അറിയിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം ജീവനക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നും MD പ്രമോദ് ശങ്കർ വ്യക്തമാക്കി. ഓർഡിനറി ബസ്സുകൾ, മിന്നൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഉയർന്ന നിരക്കുള്ള ബസ്സുകൾ സൈഡ് കൊടുക്കാതിരിക്കുന്നതും മത്സരയോട്ടത്തിലൂടെ മറികടക്കുന്നതുമായ നിരവധി പരാതികളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതേസമയം ഡീലക്സ്, സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള സൂപ്പർ ക്ലാസ് സർവീസിനായി ചില പഴകിയ ബസ്സുകൾ സർവീസ് നടത്തുന്നതിനാൽ വലിവ് കുറവാണെന്നും ജീവനക്കാർ ഉന്നയിക്കുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേക ആപ്പ് രൂപീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾക്കായുള്ള AC വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യവെയാണ് മന്ത്രി ഗണേഷ് കുമാർ ഇക്കാര്യം പറഞ്ഞത്. KSRTC ഓൺലൈൻ കൺസെഷൻ വിജയകരമായതിന് പിന്നാലെയാണ് പ്രൈവറ്റ് ബസ്സുകളിലും ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. മുഴുവൻ KSRTC സർവീസുകളും നിശ്ചിത കാലയളവിനുള്ളിൽ ചലോ ആപ്പുമായി ബന്ധപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്നും ചലോ ആപ്പിലൂടെ ബസ്സുകളുടെ സമയക്രമം മനസ്സിലാക്കാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി.